Now I'm shaking, drinking all this coffee. These last few weeks have been exhausting. I'm lost in my imagination, and there's one thing that I need from you. Can you come through? Yeah. And there's one thing that I need from you. Can you come through? I might lose my mind, waking when the sun's down, riding all these highs, waiting for the calm down. Walk these streets with me, I'm doing decently, just glad that I can breathe. Yeah, I'm trying to realize it's alright to not be fine on your own. Now I'm shaking, drinking all this coffee. These last few weeks have been exhausting. I'm lost in my imagination, and there's one thing that I need from you. Can you come through? Yeah. And there's one thing that I need from you. Can you come through? Ain't got much to do, too old for my hometown. Went to bed at noon, couldn't put my phone down. Scrolling patiently, it's all the same to me, just faces on a screen. Yeah, I'm trying to realize it's alright to not be fine on your own. ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ബിരിയാണിയാണ്. ഫിഷ് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫിഷ് നന്നായി കഴുകിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറുനാരങ്ങ നീര്, ഉപ്പ് ഇട്ടിട്ട് നന്നായി മാഗ്നേറ്റ് ചെയ്യാം. കസ്റ്റർഡ് വാഷിൽ പെരക്കി വെക്കാം. പെരക്കി വെച്ചതിന് ശേഷം പിന്നെ അത് മാറ്റി വെക്കാം. പിന്നെ തക്കാളി 3 സവാള 5, കുറച്ച് ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ 2 സവാളയും 1 തക്കാളിയാണ്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരു 5 സവാളയും, വലിയ തക്കാളിയാണെങ്കിൽ 3, ചെറുതാണെങ്കിൽ 4. അങ്ങനെ ഞാൻ 3 എടുത്തിട്ടുള്ളത്. 5 സവാളയും 3 തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ആക്കിയിട്ട് ചട്ടി വെച്ചിട്ട് ആദ്യം എണ്ണ ഒഴിച്ച് അതിലേക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇടാം. ഫ്രൈ ചെയ്യുമ്പം അത് മീനിൻ്റെ ഒരു സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊരു നല്ല മണം ഉണ്ടാവും. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് അതേ ഓയിലിൽ തന്നെ സവാള ഇടാം, എന്നിട്ട് വഴറ്റുക. തക്കാളി ഇട്ടിട്ട് വഴറ്റുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. എന്നിട്ട് കുറച്ച് വഴറ്റിയതിന് ശേഷം ഫിഷ് മസാല 2 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂണ്, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂണ്, 2 ടേബിൾ സ്പൂണ് മല്ലി ക്രഷ് ചെയ്തതാണ്. മല്ലി ക്രഷ് ചെയ്തത് 2 ടേബിൾ സ്പൂണ്, മല്ലി പൊടിച്ചതല്ല, മല്ലി ക്രഷ് ചെയ്തതാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ. എന്നിട്ട് നന്നായി വഴറ്റിയിട്ട് പുതിനയും മല്ലിച്ചപ്പില്ലേ, മല്ലിച്ചപ്പും പുതിനയും നല്ല കുറച്ച് ക്വാണ്ടിറ്റിയോടെ എടുത്തിട്ട് ഒരു 1 ബൗളായി, ചെറിയൊരു ബൗളിൽ, ആ പിങ്ക് ബൗളില്ലേ അതിൽ മല്ലിയിലയും പുതിനയിലയും അത്ര കണ്ടത് വേണം. അതിലേക്കിട്ട് കുറച്ച് വഴറ്റിയതിന് ശേഷം മീൻ ഫ്രൈ ചെയ്തതില്ലേ, മീൻ ഫ്രൈ ചെയ്തത് 2 എടുത്തിട്ട് അതിനെ മുള്ള് മാറ്റിയിട്ട് അതിനെ പിച്ചിട്ട് എന്ന് വെച്ചാൽ അതിനെ കിള്ളി ഇട്ടിട്ട് അതിൻ്റെ മുള്ളെല്ലാം മാറ്റിയിട്ട് 2 ഫിഷ് മാത്രമാണ് അതിലേക്ക് ഇട്ടിട്ട് നന്നായി വഴറ്റുക. എന്നിട്ട് ഞാൻ റൈസ് വേറെയാണ് ഉണ്ടാക്കിയത്, നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് അത് മീൻ ഫുള്ള് ഇതിലേക്ക് ഇടാൻ പാടില്ല, ഇടിയോടെ എല്ലാം എടുക്കുമ്പോൾ അത് പൊളിഞ്ഞു പോകും. അപ്പം ഈ കുക്കറിൽ നിന്ന് റൈസ് എടുത്തിട്ട് ഇതിലേക്ക് മുകളിലേക്ക് ഇട്ടിട്ട് ദമ്മിട്ടതിന് ശേഷം വിളമ്പിയിട്ട് അതിൻ്റെ മുകളിലൊരു ഫ്രഷ് ഫിഷ് ഫ്രൈ ചെയ്തത് വെച്ചിട്ട്
അതിന് മുകളിൽ കാലറീസ് ഇടാം. പക്ഷെ എന്തായാലും ദമ്മിടണം. ദമ്മിട്ടാലേ ബിരിയാണിയുടെ മണം വരുള്ളൂ. ഓക്കെ, പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ. These last few weeks have been exhausting.